السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മങ്കൂസ് മൗലിദിന്റെ 5ാമത്തെ ക്ലാസ്സാണ്. ഒന്നാമത്തെ ഹിക്കായത്ത് കഴിഞ്ഞു. അതിനുശേഷമുള്ള ബൈത്തിന്റെ 2 വരികൾ ചെറിയ രൂപത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. ഇനി 3ാമത്തെ വരിയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അന്ത മുൻജീനാ വദാ മിൻ ശഫാഅതിക സ്വഫാ മല്ലനാ മിസ്ലുക യാ സയ്യിദി ഖൈറൻ നബി. അന്ത നബിയെ, അങ്ങ്, മുൻജീന, ഞങ്ങളെ രക്ഷിക്കുന്നവരാണ്. മിൻ ശഫാഅതിക സ്വഫാ, അങ്ങയുടെ തെളിഞ്ഞ ആ ശുപാർശ കാരണത്താൽ ഞങ്ങളെ രക്ഷിക്കുന്നവരാണ് നബിയെ അങ്ങ്. മല്ലന മിസ്ലുക, അങ്ങേപ്പോലെ വേറെ ഞങ്ങൾക്കാരാണുള്ളത്. യാ സയ്യിദി, ഓ എൻ്റെ നേതാവേ, ഖൈറൻ നബി, നബിമാരിൽ ഉത്തമരായ എൻ്റെ നേതാവേ, അങ്ങേപ്പോലെ ഞങ്ങൾക്ക് വേറെ ആരുണ്ട് എന്ന് നമ്മൾ ചോദിക്കുകയാണ്. നമുക്കൊക്കെ അറിയാം, നാളെ പരലോകത്ത് എല്ലാവരും നഫ്സി നഫ്സി എന്ന് വിലപിക്കുന്ന സമയത്ത് എല്ലാ പ്രവാചകന്മാര് പോലും നഫ്സി നഫ്സി എന്ന് പറയുന്ന സമയത്ത് ആർക്കും ആരെയും നോക്കാൻ സമയമില്ല. ജീവിതത്തിൽ നാം ഏറെ സ്നേഹിച്ചവർ പോലും നമ്മെ അവിടെ സഹായിക്കാനില്ല. ആ സമയത്ത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി സുജൂദിൽ വീഴുന്ന സമയത്ത് അല്ലാഹു പറയുന്നു, ഇർഫഅ റഅസക സൽ തുഅത, നബിയെ അങ്ങ് തല ഉയർത്തിക്കോളൂ, ചോദിച്ചോളൂ, നൽകാം. അങ്ങനെ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറഞ്ഞിട്ട് പറയാണ്, ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ഇർതകബ്തു അലൽ ഖതാ, തെറ്റിന്റെ മേൽ ഞാൻ, ശരിക്കും ഇർതകബ്തു എന്ന് പറഞ്ഞാൽ ഞാൻ വാഹനം കയറിയെന്ന, അത്രയോ ഞാൻ തെറ്റ് ചെയ്തു. കയ്യും കണക്കുമില്ലാത്ത രൂപത്തിൽ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുന്നതിനപ്പുറം ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ലക അഷ്കൂ ഫീഹി, അതിൽ നബിയെ അങ്ങയോട് ഞാൻ പരാതി പറയുന്നു, അങ്ങയോട് ഞാൻ ആവലാതി ബോധിപ്പിക്കുകയാണ്. യാ സയ്യിദി ഖൈറൻ നബി, ഓ നബിമാരിൽ ഉത്തമരായ എൻ്റെ നേതാവേ. ഈ ഒരു വരി പലപ്പോഴും ബിദ്അത്തുകാർക്ക്, നവീന ചിന്താഗതിക്കാർക്ക് മങ്കൂസ് മൗലിദ് ശിർക്കാക്കാൻ ഏറ്റവും ഉപയോഗിക്കുന്ന ഒരു വരിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പാപമോചനം തേടുന്നു എന്ന്. യഥാർത്ഥത്തിൽ അർത്ഥം പോലും അറിയാത്തത് കൊണ്ടാണ്. ഇവിടെ നബിയെ നിങ്ങൾ പൊരുത്തപ്പെട്ട് തരണം എന്നല്ല പറഞ്ഞത്, നിങ്ങളോട് പരാതി പറയാണ്, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ശുപാർശ ചെയ്യണം, ഞങ്ങൾക്ക് വേണ്ടി പൊരുത്തപ്പെടാൻ അള്ളാഹുവിനോട് നിങ്ങൾ ആവശ്യപ്പെടണം. ഇത് പരിശുദ്ധമായ ഖുർആനിൽ വളരെ നസ്സായി വന്ന ആയത്താണ്, അവിതർക്കിതമായ ആയത്തല്ലേ. സൂറത്തു നിസാഇന്റെ 64ാമത്തെ ആയത്ത് എന്താ? വലൗ അന്നഹും ഇദ്ദലമൂ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ. എന്താ അതിന്റെ അർത്ഥം? വലൗ അന്നഹും, നബിയെ, അവർ ഇദ്ദലമൂ അൻഫുസഹും, അവർ സ്വന്തത്തോട് അക്രമം ചെയ്താൽ, തെറ്റുകൾ ചെയ്താൽ, ഫസ്തഗ്ഫറുല്ലാഹ്, അവർ പടച്ച റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്നു, പാപമോചനം നടത്തുന്നു. എന്നിട്ടോ വസ്തഗ്ഫറ ലഹുമുർ റസൂലു, അവർക്ക് വേണ്ടി റസൂൽ പാപമോചനം തേടുകയും ചെയ്താൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അല്ലാഹുവിനെ അവർക്ക് തൗബ സ്വീകരിക്കുന്ന നിലയിലും കരുണ ചെയ്യുന്നതായിട്ടും അല്ലാഹുവിനെ എത്തിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അൽ ഹാഫിദ് ഇബ്നു കസീർ അവിടുത്തെ തഫ്സീറിൽ അവസാന ഭാഗത്ത് കൊടുക്കുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ദോഷികളായ പാപികളായ ആളുകൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് വരുമ്പോൾ അയ്യതു ഇലർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവരൊക്കെ മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സവിധത്തിലേക്ക് ചെല്ലും. എന്നിട്ടോ ഫയസ്തഗ്ഫിറുല്ലാഹ ഇൻദഹു, ആ മുത്ത് നബിയുടെ അടുക്കൽ വെച്ചിട്ടാണ് അള്ളാഹുവിനോട് അവർ പൊറുക്കലിനെ തേടുന്നത്. എന്നിട്ടോ വയസ് അലൂഹു, അവരൊക്കെ നബിയോട് സഹായം തേടുകയാണ്, ചോദിക്കുകയാണ്. എന്ത്? അയ്യസ്തഗ്ഫിറ ലഹും, അവർക്ക് വേണ്ടി പാപമോചനം തേടണം മുത്ത് നബിയെ. അങ്ങനെ ഫഇന്നഹും ഇദാ ഫഅലൂ ദാലിക്, അങ്ങനെ അവർ ചെയ്താൽ താബല്ലാഹു അലൈഹിം, അള്ളാഹു അവരുടെ തൗബ സ്വീകരിക്കുകയും
വറഹിമഹും വഗഫറ ലഹും, അള്ളാഹു അവർക്ക് കരുണ ചെയ്യുകയും അതോടൊപ്പം തന്നെ അവർക്കുടെ എല്ലാ തെറ്റുകളും പൊരുത്തപ്പെട്ടു കൊടുക്കുമെന്ന് അൽ ഹാഫിദ് ഇബ്നു കസീർ അവിടുത്തെ തഫ്സീറിൽ കൊടുത്തതായി കാണാം. മറ്റൊരു സംഭവം ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് തന്നെ അവിടെ തന്നെ കൊടുത്തത് കാണാം. മഹാനരായ ഉത്ബി റളിയല്ലാഹു അൻഹു പറയാണ്, കുന്തു ജാലിസിൻ ഇൻദ ഖബ്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഇങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ അടുക്കൽ ഇരിക്കുമ്പോൾ ഫജാഅ അഅറാബിയുൻ, ഒരു അറാബിയായ ഒരു അനറബിക്കാരനായ ആൾ വന്നിട്ട് ഫഖാല, അയാൾ പറയാണ് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, മുത്തുനബിയോട് നേർക്ക് സലാം പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ ഇവിടുത്തെ ഖബറിന്റെ അടുക്കലാണ് വരുന്നത്. എന്നിട്ട് അയാൾ പറയുന്നു സമഅതുല്ലാഹ യഖൂൽ, അല്ലാഹ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ്? സൂറത്തു നിസായിലെ 64-ാമത്തെ ആയത്ത് ഓതുകയാണ്. വലൗ അന്നഹും ഇദ്ദലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ. ഇത് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതല്ലേ. അതുകൊണ്ട് വഖദ് ജിഅ്തുക മുസ്തഗ്ഫിറൻ ലിദംബി മുസ്തശ്ഫിഅൻ ബിക ഇലാ റബ്ബി, അദ്ദേഹം പറയാണ്, നബിയെ ഞാൻ അങ്ങയുടെ സവിധത്തിലേക്ക് വരികയാണ്, എന്റെ തെറ്റുകളൊക്കെ പൊരുത്തപ്പെട്ട് കിട്ടണം, എനിക്ക് എന്റെ റബ്ബിലേക്ക് അങ്ങ് ശുപാർശ ചെയ്യണം, ആ ഒരു വലിയ ആഗ്രഹവുമായിട്ടാണ് ഞാൻ വരുന്നത് എന്ന് പറഞ്ഞിട്ട് യാ ഖൈറ മൻ ദുഫിനത് ബിൽഖാഇ അഅ്ദുമുഹു ഫതാബ മിൻ തീബിഹിന്നൽ ഖാഉ വൽ അകമു നഫ്സി ഫിദാഉൽ ലിഖബ്രിൻ അൻത സാകിനുഹു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു. അദ്ദേഹം അവിടുന്ന് പാട്ടുപാടാണ്, ബൈത്ത് ചൊല്ലുകയാണ്. ഏറ്റവും നല്ല ഭൂമിയിൽ വഫാത്തായി മറവട്ട് കിടക്കുന്ന നേതാവേ, അവിടുന്നാണ് സർവ്വ സുഗന്ധവും, അവിടുത്തെ ഖബറിനാണ്, അവിടുന്ന് താമസിക്കുന്ന ഖബറിനാണ് എന്റെ ശരീരം സമർപ്പിക്കുന്നു, അവിടെയാണ് എല്ലാ ധർമ്മവും മഹത്വവും എന്നൊക്കെ പറഞ്ഞ് അർത്ഥം വരുന്ന ആ വരി ഇങ്ങനെ പാടി എന്നിട്ട് സുമ്മൻ സറഫൽ അറാബിയു, ഈ അറാബി അവിടുന്ന് പോവാണ്, പാപമോചനം തേടിയിട്ട് പോവാണ്. ഇത് ഉദ്ധരിക്കുന്ന നേർക്ക് നേരെ കണ്ട ഋതുബി തങ്ങൾ പറയാണ്, ഫഗലബത്നി ഐനി, ഞാനങ്ങ് ഉറങ്ങിപ്പോയി, എന്റെ കണ്ണ് വല്ലാതെ ഉറക്കം വന്നു, ഞാനങ്ങ് ഉറങ്ങിപ്പോയപ്പോൾ ഫറഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൻ നൗമി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കത്തിൽ വരികയാണ്. എന്നിട്ട് പറയാണ്, യാ ഉത്ബി, ഓ ഉത്ബി, ഫബശ്ശിറുഹു അന്നല്ലാഹ ഖദ് ഗഫറ ലഹു, നിങ്ങൾ എന്ത് ചെയ്യണം, ഇൽഹഖിൽ അറാബി, നിങ്ങൾ അറാബിയോടൊപ്പം ചേരണം, അയാളെ കണ്ടുപിടിക്കണം. എന്നിട്ട് ഫബശ്ശിർഹു, അയാൾക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കണം, അന്നല്ലാഹ ഖദ് ഗഫറ ലഹു, തീർച്ചയാണ് അള്ളാഹു അദ്ദേഹത്തിന് പൊരുത്തപ്പെട്ടു കൊടുത്തിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനാമിലൂടെ ഉത്ബി റളിയല്ലാഹു അൻഹു വിവരം കൊടുക്കുകയാണ്. ഈ സംഭവം ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് കാണാം. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതാണ് പറഞ്ഞത് എന്ത്, ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദത്, ഞങ്ങൾക്ക് പരാതി പറയാൻ, ആവലാതി പറയാൻ, ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള അത്താണി ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ഖബറിന്റെ അടുക്കൽ വന്നിട്ട് മഴ ചോദിച്ച സംഭവമുണ്ട്, ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഏതായിരിക്കട്ടെ, നമുക്കൊരു പ്രയാസം വരുമ്പോൾ അത് പരിഹരിക്കുന്ന നേതാവാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് അടുത്ത വരി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ നമ്മെല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.